ഒന്ന് പറയാനുള്ളത്, എനിക്ക് വലിയ ലെങ്ത്തുള്ള വീഡിയോ ഉണ്ട്. അതിലാണ് ഇഷ്യൂ, ഫൈസൽ മലബാർ ഇഷ്യൂ, പിന്നെ അതിൽ തൊപ്പി പ്രതികരിക്കുന്ന ഒരു കാര്യം, ഒരു ചെറിയൊരു ഷോർട്ട്, അതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ ഇടുന്നുണ്ട്, കാണാട്ടോ. ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ അത് ഇങ്ങനെ ഒരാളെ ഇതല്ലടാ, ഒരാളെ കാഴ്ചപ്പാടല്ല, മനസ്സിലാവും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുസ്ലിമാണ്, റാംബോ ഹിന്ദുവാണ്, റാംബോ ജീവിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജീവിക്കാൻ അതുപോലെ തന്നെ ഞാനിത് കാണുന്നുള്ളൂ, മനസ്സിലാവും. എന്ന് വിചാരിച്ചിട്ട് ഇവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല, മനസ്സിലാവും. ഇവര് ജീവിക്കട്ടെ, വാട്ടവർ. പക്ഷെ നമുക്ക് അതിനോട് ഇതില്ല, യോജിപ്പില്ല, അത്രേ ഉള്ളൂ. ഫൈസൽക്കാർക്ക് അവരോട് യോജിപ്പില്ല, അയാളെ നിലപാട് അയാളെ വ്യക്തമാക്കി, അതിനെന്താ പ്രശ്നം? വി ഡോണ്ട് സപ്പോർട്ട് LGBT, പക്ഷെ അവരോട് ഹേറ്റ് നമുക്കില്ല, അത്രേ ഉള്ളൂ, വാട്ടവർ, ജീവിക്കട്ടെ. എനിവേസ്, അപ്പൊ അതാണ് ആദില നൂറ ഇഷ്യൂ. പിന്നെന്ന് വെച്ചാ എന്താ പറയാ, ഇതെന്താ മെയിൻ സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദില നൂറിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ബിഗ് ബോസിൽ നൂറെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലായി, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെ. പക്ഷെ ഞാൻ ഭാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, മനസ്സിലാവും. നാളെ എനിക്ക് കുട്ടികളെല്ലാം ഉണ്ടാവേണ്ടതാണ്, മനസ്സിലാവും. അവരെല്ലാം ഇവരെ നോക്കി. ഞാൻ സത്യം പറഞ്ഞത് ഈ തെറി വിളിക്കുന്നത്, ഞാൻ പണ്ടി തെറി വിളിക്കുന്ന കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്ന കുട്ടികളെ വൈതെറ്റിക്കുന്നതാണ് പറയുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും കുട്ടികൾ വൈതെറ്റാൻ കാരണമാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കും, മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശരിക്കും തെറിവിളിയാണോ മോശം, അതോ നിങ്ങൾ ചിന്തിക്കും. ഓക്കെ വാട്ടോ, ഞാൻ ഇപ്പത്തെ ഇതല്ല പറയുന്നത്, ഭാവിയിൽ ഞാൻ അതെ, ഭാവിയിലെ കാര്യങ്ങൾ തന്നെ പറയാനുള്ളത്. കാരണം ഇത് ഭാവിയിൽ ഭയങ്കര പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് തന്നെ നമ്മളവരുടെ ബെഡ് വ്ളോഗ് കണ്ടപ്പോൾ കുറേ പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളൊക്കെ ചേർന്ന് സെൽഫി എടുക്കാൻ തെറ്റാണെന്നല്ലേ പറയുന്നത്, പക്ഷേ ഇൻഫ്ലുവൻസ് ആവാൻ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. കാരണം അവർ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ഷോയിൽ ഇതാണ് ഇൻഫ്ലുവൻസ് ആയത്, ഹോർമോണിൻ്റെ ആ ഒരു പ്രശ്നമാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അതൊക്കെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത്, അത് നിങ്ങളുടെ കാലത്തായിരുന്നു, ഇന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി പെൺകുട്ടിയൊക്കെ ഇൻഫ്ലുവൻസ് ആവണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങളാണ്. ഇത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ കൊടുക്കേണ്ട മെസ്സേജ് ഈ LGBT കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരും കൊടുക്കേണ്ട മെസ്സേജ്, നിങ്ങൾ ഫസ്റ്റ് പറയേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മനസ്സിലാവുമ്പോൾ നിങ്ങൾ പറയുക എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ സംഭവം അതായത് ഈ ഒരു ഹോർമോൺ ചേഞ്ച് നിങ്ങൾക്ക് ഇത് വരുമ്പോൾ, അതായത് നിങ്ങൾ സ്ട്രെയിറ്റ് അല്ല, ലെസ്ബിയൻ ആണ്, അല്ലെങ്കിൽ ഗേ ആണ്, ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഓർക്കുക. അല്ലാതെ ഈ സമയത്ത് നിങ്ങൾ ഇതൊരു അവയർനെസ് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ കുറേ പേര് ഇത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. കാരണം ഇതങ്ങനെ ഇൻഫ്ലുവൻസ് ആവേണ്ട ഒരു കാര്യമല്ല, അത് ഇൻഫ്ലുവൻസ് ആയിട്ട് ആവേണ്ട ഒരു കാര്യമല്ല. ചിലപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. കാരണം പാരൻസ് ഗേൾസ് സ്കൂള്, അതുപോലെ വുമൻസ് കോളേജ്, അങ്ങനത്തെ കോളേജിലാണ് ഈ കുട്ടികളെ ചേർക്കുക. അപ്പോൾ ഈ ചേർക്കുമ്പോൾ അവർക്ക് ഈ ബാക്കിയുള്ള സുഹൃത്തുക്കളായിട്ട് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ പെൺസുഹൃത്തുക്കളെ ഇടപെടുമ്പോൾ വിചാരിക്കും, ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് വിചാരിക്കും ഇവരിങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുമ്പോൾ തെറ്റാണ് എന്നുള്ളൊരു അവയർനെസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ ആയിക്കൊണ്ട് കുറച്ചാണ് ഇത് ഭയങ്കര ഒരു ഒരു പ്രശ്നമായിട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത്. നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ തൊപ്പി പറഞ്ഞ പോലെ തന്നെ ഭാവിയിലേക്ക് ഇത് ഭയങ്കര പ്രശ്നമാവും. കാരണം ഇത് ചെറിയൊരു പ്രശ്നത്തിലേക്ക് നിൽക്കില്ല. ഇപ്പോൾ തന്നെ 64 കൺട്രീസിൽ ബാൻഡാണ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങളുടെ ഈ ലൈഫിൽ ഇവർ സന്തുഷ്ടമാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തോളം കാലം അവർക്ക് ജീവിക്കാനും അതൊരിക്കലും പടച്ചവൻ്റെ പടപ്പുകൾക്ക് ഒരിക്കലും അത് പറയേണ്ട ആവശ്യമില്ല. അത് അവരും അവരുടെ കാര്യങ്ങളോടെ അവർ ജീവിച്ചോട്ടെ. അത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ വേറെ സംഭവം, നമുക്ക് ബിഗ് ബോസ് ഇഷ്യൂവിൽ ഇവർ അനുവായിട്ടുള്ള ഇഷ്യൂ, ഷാനവാസ്കായിട്ടുള്ള ഇഷ്യൂ, അതുപോലെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫാമിലി ആയിട്ട് ഇവർ ബിഗ് ബോസിൽ പറയുന്നത് ഇവർക്ക് ഇവരുടെ ഫാമിലീനെ കാണണം, ഇവർക്ക് വന്നിരുന്നെങ്കിൽ, അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ ലൈവിലും എപ്പിസോഡിലായിട്ട് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ പറയുന്നത് അല്ല, അവരെ മുന്നത്തെ ഇൻ്റർവ്യൂകളിലും പറഞ്ഞു ഇവർ വെറുത്തു ഫാമിലീനെ, അത്രയും അവരെ ഹരാസ് ചെയ്തിട്ടുണ്ട്, അത്രയും ബുള്ളി ചെയ്തിട്ടുണ്ട്, അത്രയും അടിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ഒരു അതിൽ പറയുന്നുണ്ട് ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഈ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവർ അത്രയും ഉപദ്രവിച്ചെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ ഒരാൾക്കാർ ഒരു വെറുക്കും, ഒരിക്കലും പിന്നെ കാണാൻ ഒരിക്കലും ഒരു ആഗ്രഹിക്കില്ല. അവർ ഓക്കെ നൂറയുടെ അനിയനെ കാണണമെന്ന് നൂറ പറഞ്ഞു, അത് ഓക്കെ, അത് നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് സത്യമെന്ന് വിചാരിക്കാം. അത് നമ്മൾ സത്യം വിചാരിക്കണം. കാരണം അനിയനെ ഒന്നും അറിയില്ലായിരുന്നു. കാരണം ആ ഒരു പ്രായത്തിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഫാമിലി ഉമ്മയായിക്കോട്ടെ, ഉമ്മേനൊക്കെ എത്രയോ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ആൾക്കാരെ പിന്നെ എങ്ങനെ ഇവർ കാണാൻ തോന്നും? കാരണം അത്രയും പേടിക്കുന്ന ഒരു സംഭവത്തെ, ആ ഒരു ട്രോമയെ ഇവരെങ്ങനെ വീണ്ടും ഓർക്കാൻ തോന്നും? അപ്പോൾ അതിലൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂസാണ്. പക്ഷെ അത് ഇങ്ങനെ പബ്ലിക്കിലേക്ക് വരുമ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ അനുവിനെ
ഇഷ്യൂ എന്താ വെച്ചാൽ അനു മാക്സിമം അവരുടെ ഫ്രണ്ടായിട്ട് നല്ല രീതിക്ക് തന്നെയാണ് നിന്നത്. ഷാനവാസ് കെ ആയാലും ഷാനവാസ് ഖാൻ പിന്നെ നിന്ന് കുത്തിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. നെവിൻ്റെ ഇഷ്യൂവിൽ ഷാനവാസ് ഖാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഷാനവാസ് ഖാൻ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ അതിൽ പോയി വീണു. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ അനുവായിട്ട് ആരെയും വന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ അത് നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരെ തള്ളി പറയേണ്ട ആവശ്യം അത് ഫസ്റ്റ് ആലോചിക്കും. ഇപ്പോൾ ശൈത്യം വന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് നോക്കാം എന്ത് തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോസിറ്റീവ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇല്ലാത്ത ഘട്ടങ്ങളിൽ, അതായത് എവിക്ഷൻ ഇല്ലാത്ത ഘട്ടങ്ങളിൽ നിങ്ങൾക്കാണ് വോട്ട് കിട്ടിയിട്ടുള്ളത്. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അനുവിന് ഫസ്റ്റ് പോലെ ഒരു ഫാൻ ബേസ് അനുവിനുണ്ട്. ഈ പി ആർ എന്ന് എത്ര പറഞ്ഞാലും ഷീ ഹാവ് എ ഓഡിയൻസ്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് പറയാനും അതൊക്കെ ആക്കാനും. അതാണ് നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാണ്ടിരിക്കുക, ഒരു മെസ്സേജ് കൊടുക്കുക, ഒരു അവയർനെസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കുക. അതിങ്ങനെയാണ് എന്നുള്ള അവയർനെസ് കൊടുത്താൽ അത് ഓക്കെ ആവും. നമ്മൾ ഒരിക്കലും LGBT സപ്പോർട്ട് ചെയ്യില്ല, കാരണം അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എതിര് തന്നെയാണ്. കാരണം നമുക്ക് ഇത് നമ്മുടെ ഫാമിലിയിലോ നമ്മളിപ്പോൾ ബാക്കിയുള്ള സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിലൊക്കെ വരുമ്പോൾ നമ്മൾ അറിയുള്ളൂ. പക്ഷേ ഒരു വിധത്തിൽ ഇവർ നമ്മുടെ ഫാമിലി ആരും വന്നാൽ അതാണ് അങ്ങനത്തെ ഒരു ഇതിലാണ് അവർ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഓക്കെ, നമ്മളത് സപ്പോർട്ട് ചെയ്യില്ല. നമ്മളത് അവരുടെ ലൈഫിൽ അവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത്. കൊല്ലാനോ തല്ലാൻ നമ്മൾ നിൽക്കില്ല. അത് നമുക്ക് ചാവാനൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ ജനിച്ചു പോയതിൻ്റെ അത് അവർ തെറ്റല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പക്ഷേ അത് ഫസ്റ്റ് മനസ്സിലാക്കുക അത് തന്നെയാണോ, അത് 100% ഉറപ്പാക്കിയതിന് ശേഷം ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഈ ഒരു ഞാൻ ആദില നൂറേനെ സപ്പോർട്ട് ചെയ്ത് ആസ് എ കണ്ടസ്റ്റൻ്റ് ആണ് ഞാൻ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺസാണ് ഈ തോന്നി. അതുപോലെ മുന്നത്തെ ഞാൻ നാദിറ, എത്ര ഭംഗിയായിട്ടാണ് നാദിറയൊക്കെ സീസൺ 5 കളിച്ചിട്ട് പോയത്. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റേഴ്സ് ആയിക്കോട്ടെ നമുക്ക് താല്പര്യമില്ല. പക്ഷേ ആദില നൂറ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആദിലയോട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആദില നൂറ നമ്മളോട് ആ ഒരു ജെനുവിനിറ്റി ലാസ്റ്റ് വരെ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷമമുണ്ട്. ഓക്കെ, താങ്ക് യു. അതെല്ലാമാണ് ഈ വീട്ടിൽ പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും തന്നെ ഈ പഞ്ചവർണ്ണങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.